എന്നാൽ അദ്ദേഹത്തിന്റെ ഗോത്രക്കാർ പറഞ്ഞു, "ഓ സ്വാലിഹ്, ഞങ്ങൾ എപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ തലവനായി തീരുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കാൻ എന്തിന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു? ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ വിലക്കുന്നതെന്തിന്? ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല." അവർ പറഞ്ഞു. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയത് അവിടെ നിന്നാണ്. നബി തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മാപ്പിരയ്ക്കുകയും അവിശ്വാസികളോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം പതിവ് പോലെ സമൂദ് ഗോത്രക്കാർ മലയുടെ മുകളിൽ വലിയ പാറകൾക്ക് ചുറ്റും കൂടി. അവർ ആ പാറയെ ആരാധിച്ചു. കുട്ടികൾ തങ്ങളുടെ പൂർവികരെ കണ്ട് അവരും ആ പാത പിന്തുടർന്നു. അവർ ആ പാറയുടെ തൃപ്തിക്കും അനുഗ്രഹത്തിനും വേണ്ടി ആണാടുകളെ ബലി കൊടുത്തിരുന്നു. സ്വാലിഹ് നബി ഇത് കണ്ടപ്പോൾ ദുഃഖിതനായി പറഞ്ഞു, "എൻ്റെ സമൂഹമേ, ഏകദൈവത്തെ മാത്രം ആരാധിക്കുക." അപ്പോൾ അവരിൽ ഒരാൾ ചോദിച്ചു, "നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്?" പ്രവാചകൻ പറഞ്ഞു, "നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. അവൻ നിങ്ങൾക്ക് എല്ലാം തന്നു. സൂര്യൻ, ചന്ദ്രൻ, പർവ്വതങ്ങൾ, കടലുകൾ, നിങ്ങൾക്ക് ചുറ്റും കാണുന്നതെല്ലാം. ഒരു അത്ഭുതം കാണിച്ചു തരിക." തലവന്മാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, "ഞങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും. ആ പാറയിൽ നിന്ന് ജീവനുള്ള ഒരു ഒട്ടകത്തെ ഉണ്ടാക്കാൻ നിന്റെ നാഥനോട് പറയുക." മറ്റൊരു തലവൻ പറഞ്ഞു, "അതെ, ഒട്ടകം ഗർഭിണിയായിരിക്കണം." അവൻ ചിരിച്ചു. പ്രവാചകൻ കുറച്ചുനേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, "അള്ളാഹു ഈ അത്ഭുതത്തെ കാണിച്ചാൽ ഏകദൈവമായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അവൻ്റെ ദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുമോ?" "അതെ," അവർ മറുപടി പറഞ്ഞു. അപ്പോൾ നബി അള്ളാഹുവിനോട് അവരുടെ ആവശ്യം നടത്തിക്കൊടുക്കുവാൻ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആദ്യം പാറക്കല്ലുകൾ തകരുന്ന ശബ്ദം കേട്ടു. അവിടെ ഒരു സുന്ദരിയായ ഒട്ടകം. അത് വലിയതും ഗർഭിണിയുമായിരുന്നു. ജനങ്ങൾ ഒട്ടകത്തെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചിലർ കണ്ട കാര്യങ്ങൾ വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലർ, പ്രത്യേകിച്ച് സമ്പന്നരും ശക്തരും, ഇത് മാജിക്കാണെന്ന് കരുതി. അള്ളാഹു തൻ്റെ മഹത്വം കൊണ്ട് ആ പാറയിൽ നിന്നും വരുത്തിയ ഒട്ടകത്തിൻ്റെ മുൻപിൽ പ്രവാചകൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ചിലർ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് സത്യമാണ്. അള്ളാഹു യഥാർത്ഥ ദൈവമാണ്.